മുഖം നല്ല രീതിയിൽ വെയിലൊക്കെ അടിച്ച് ടാൻ അടിച്ചിരിപ്പുണ്ടോ എങ്കിലുണ്ടല്ലോ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഇല്ലേ, ആ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന മുഖത്തിട്ടിട്ട് ഒരു 20 മിനിറ്റ് നേരം കഴിയുമ്പോൾ കഴുകി കളഞ്ഞു കേട്ടോ. മുഖത്ത് നല്ലൊരു കൂളിങ്ങും കിട്ടും, നമുക്ക് മുഖത്ത് നല്ലൊരു നിറം വർദ്ധിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം ഇതുപോലെ എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ അരിപ്പൊടി, നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിൽ അരിപ്പൊടി ഇല്ലേ, വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1.5 സ്പൂണോളം വരുന്ന രീതിയിൽ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പം കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അരിപ്പൊടി ഇട്ടു കേട്ടോ. എന്നിട്ട് നല്ല മഞ്ഞളുടെ പൗഡർ, നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്ന മഞ്ഞളിൻ്റെ ആ പൗഡർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ല കേട്ടോ. അപ്പം നല്ല മഞ്ഞളിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണോളം വരുന്ന രീതിയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ടാനൊക്കെ മാറും, മുഖത്ത് കരിവാളിപ്പും ഒക്കെ മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇത് ഗേൾസിന് മാത്രമല്ല കേട്ടോ, ബോയ്സിനും കൂടി തേക്കാൻ പറ്റിയ നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പം കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മുൾട്ടാണി മിട്ടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുഖത്ത് നല്ല രീതിയിൽ കരിവാളിപ്പും അതുപോലെ തന്നെ വെയിലടിച്ച ടാനൊക്കെ മാറാനായിട്ട് നല്ലതാണ് മുൾട്ടാണി മിട്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു മുൾട്ടാണി മിട്ടി നമുക്കത് ഇതുപോലെ ഒരു കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പം മുൾട്ടാണി മിട്ടി ആർക്കെങ്കിലും ഓഫർ പ്രൈസിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഇട്ടുതരാം. അപ്പം 1 കിലോയുടെ 1/2 കിലോയുടെയൊക്കെ 100 രൂപയ്ക്ക് കിട്ടും കേട്ടോ. അപ്പം നല്ല ലാഭത്തിന് കിട്ടും. അപ്പോൾ വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടുതരാവേ. അപ്പോൾ ഇതുപോലെ കുറച്ച് മുൾട്ടാണി മിട്ടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതുപോലെ കുറച്ച് കഞ്ഞിവെള്ളമില്ല, ആ കഞ്ഞിവെള്ളം നമുക്ക് ചേർത്ത് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട ഉടച്ചിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമുക്ക് ഈ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഇതിനകത്തേക്ക് ഒരു 1-2 തുള്ളി ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ സ്കിന്നിനുണ്ടല്ലോ ഈ ചുളിവുകളൊക്കെ വീഴാതെ നല്ല രീതിയിൽ ഇരിക്കാനായിട്ട്, നല്ല ഗ്ലോ കിട്ടാനായിട്ട് ഗ്ലിസറിൻ 2 തുള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ തേക്കുന്നതെങ്കിൽ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കണ്ട, ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു 20-30 മിനിറ്റ് നേരം മുൻപോ, അതല്ലെങ്കിൽ നമ്മൾ രാത്രി ടൈമിലൊക്കെ തേക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ടാൻ മാറാനായിട്ട് നല്ലതാണ്. അപ്പം നല്ലൊരു നൈറ്റിൽ നമുക്ക് തേക്കാൻ പറ്റും നല്ലൊരു ഫേസ് പാക്ക് കൂടി ഉണ്ട്. അപ്പം നിങ്ങൾ വൈകുന്നേരങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ നമ്മളിതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളിത് കഴുകി കളയുവാണെങ്കിൽ നല്ല രീതിയിൽ ടാനൊക്കെ മാറി മുഖത്തിൽ നിറം വർദ്ധിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളൊരു 20-30 മിനിറ്റ് നേരം തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് അരിപ്പൊടി ചേർത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ തരിതരിപ്പ് ഉണ്ടാവും. അപ്പോൾ ആ തരിതരിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ആവാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നിങ്ങളൊരു 15 മിനിറ്റ് നേരം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ രണ്ടാമത് നമുക്കൊരു കുറച്ച് കടലമാവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു ഫേസ് പാക്കിൻ്റെ മുകളിലേക്ക് ഇത്തിരി കടലമാവും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് കഴുകി കളയണമെങ്കിൽ നല്ല രീതിയിൽ നിറം വെക്കും. അപ്പോൾ കുട്ടികൾക്ക് ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാൻ പറ്റും നല്ല നാച്ചുറലായിട്ട് ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കടലമാവ് ഫേസിൽ തേച്ച് കഴുകുമ്പോൾ ഈ കടലമാവിന് കൂടുതൽ വേണമെങ്കിൽ ഇത്തിരി പാലൊക്കെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കഴുകുവാണെങ്കിൽ ഉണ്ടല്ലോ മുഖത്ത് നല്ല രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് വെളുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോയും കാണാം. ഇതുപോലെ ഹെയർ കെയർ ടിപ്സിനും ബ്യൂട്ടി ടിപ്സിനൊക്കെ ആയിട്ട് പേജ് ഫോളോ ചെയ്ത് തരാനൊക്കെ വന്ന് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കാം കേട്ടോ. ബൈ.